ഗുഡ് മോർണിംഗ് 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഏപ്രിൽ 18 വ്യാഴാഴ്ച, മലയാള മാസം മേടം 5. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. രാജ്യം കാത്തിരുന്ന പൊതുതെരഞ്ഞെടുപ്പ് നാളെ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 17 സംസ്ഥാനങ്ങളിലെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 102 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലെത്തും. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നാളെ ജനം വിധി എഴുതും. ഇന്നലെ പരസ്യപ്രചാരണം പൂർത്തിയായ ഈ മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കും. ഇനി ഒരാഴ്ച മാത്രമാണ് കേരളത്തിലെ ജനവിധിക്ക് ബാക്കിയുള്ളത്. പ്രചാരണം അന്തിമ ലാപ്പിലേക്ക് എത്തുമ്പോൾ വിവാദങ്ങൾക്കും വാക്പോരിനും ഒട്ടും കുറവ് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഇന്നലെ രാത്രിയോടെ വന്ന വാർത്തയാണ് പശ്ചിമബംഗാളിൽ രാംനവമി യാത്രയ്ക്കിടെ സംഘർഷമുണ്ടായി എന്ന വാർത്ത. ബോംബേറിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറിൽ ഈ വാർത്തയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുൾപ്പെടെ 100 വാർത്തകളിലേക്കാണ് ആദ്യം 100 ന്യൂസ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 8 ദിവസം കൂടി. സംസ്ഥാനത്ത് പരസ്യപ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രചാരണം കൊഴുപ്പിച്ച് സ്ഥാനാർത്ഥികൾ. ദേശീയ നേതാക്കളടക്കം സംസ്ഥാനത്തേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 102 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ വിധി എഴുതും. തമിഴ്നാട്, മണിപ്പൂർ, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, സിക്കിം, മിസോറാം, നാഗാലാൻഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാകും. രാഹുൽ ഗാന്ധി ഇന്ന് കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനായി വോട്ട് തേടും. തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ സംസാരിക്കും. NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പത്തനംതിട്ടയിൽ. ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന് വേണ്ടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ഇന്ന് പ്രചാരണത്തിനെത്തും. എൽമെക്സ് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കും. കായംകുളത്ത് രേവന്ത് റെഡ്ഡിയുടെ റോഡ് ഷോ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലത്തീൻ സഭയുടെ നയപ്രഖ്യാപനം ഇന്ന്. എറണാകുളത്ത് നടക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നിലപാട് വ്യക്തമാക്കും. ലത്തീൻ സഭയുടെ നിലപാട് എല്ലാ മുന്നണികൾക്കും നിർണായകം. പരസ്യപ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണത്തിന്റെ വേഗം കൂട്ടി വടകരയിലെ സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കൂടുതൽ നേതാക്കളെ LDF പ്രചാരണത്തിനായി എത്തിക്കും. തപൻസെൻ നാളെയും പ്രകാശ് കാരാട്ടും D രാജയും 21-നും മണ്ഡലത്തിലെത്തും. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കും. CMRL MD ശശിധരൻ കർത്തയെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു. ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ വിശദമായി അന്വേഷണ സംഘം പരിശോധിക്കും. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് തൃശൂർ പൂര വിളംബരം ഇന്ന്. നീതലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ പൂര വിളംബരം നടത്തും. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോലീസ്. ആലപ്പുഴ പക്ഷിപ്പനി ഭീതിയിൽ. ആക്ഷൻ പ്ലാനുമായി ജില്ലാ ഭരണകൂടം. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിത ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിക്കും. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതി പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ തന്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല എന്നാണ് പരാതി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. സിസോദിയെ ഇന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ ശനിയാഴ്ച തുടർവാദം. പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരായ കോഴ ആരോപണം അന്വേഷിക്കണമെന്ന ഹർജിയിൽ ഇന്ന് വിധി. അന്വേഷണത്തിന് അനുമതി ചോദിച്ച് വിജിലൻസ് സർക്കാരിന് കത്തയച്ചിരുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കും. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനിടെ തന്നെ വേനൽ മഴയ്ക്കും സാധ്യത. വടക്കൻ കേരളത്തിൽ വേനൽ മഴ ശക്തിപ്പെട്ടേക്കും. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് തൃക്കരിപ്പൂർ തങ്കയംമുക്കിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഈ മാസം മാത്രം ഉണ്ടായത് 7 അപകടങ്ങൾ. വാഹനങ്ങളുടെ അമിത വേഗമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടി ഇടുക്കി നെടുങ്കണ്ടം KSRTC ഡിപ്പോ. ജീവനക്കാർക്ക് താമസത്തിന് സൗകര്യമില്ല. പ്രതിദിനം നെടുങ്കണ്ടത്ത് നിന്നുള്ളത് 21 സർവീസുകൾ. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ ഇടുക്കി കല്ലാർകുട്ടി ടൗണിൽ അപകടങ്ങൾ പതിവെന്ന് നാട്ടുകാർ. റോഡിന്റെ വീതി കുറവും അപകടത്തിന് കാരണമാകുന്നുവെന്ന് പരാതി.
പത്തനംതിട്ട പെരിങ്ങര പഞ്ചായത്തിലെ കണ്ണാട്ടുകുഴി പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വിള്ളൽ. പെരിങ്ങര കൊച്ചാരിമുക്കം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത്. കൊല്ലം കറവൂർ കീഴയത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായ കൃഷി നശിപ്പിച്ചു. 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. വയനാട് പുൽപ്പള്ളി മേഖലയിൽ ജലക്ഷാമം. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ കോളനികളിലും വെള്ളമില്ല. കബനിപ്പുഴ വറ്റിയതാണ് തിരിച്ചടിയായത്. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന കൂട്ടമെത്തി. തൊഴിലാളികളുടെ പാചകപ്പുര തകർത്തു. സെൻട്രൽ നഴ്സറിയുടെ വൈദ്യുതി വേലിയും തകർത്തു. മൂവാറ്റുപുഴ തൃക്കളത്തൂരിൽ പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രികൻ മരിച്ചത് കാവമ്പടി സ്വദേശി രവി. ആലപ്പുഴ വയലാറിൽ CPI പ്രവർത്തകർ ഗൃഹനാഥനെയും ഭാര്യയെയും വീട്ടിൽ കയറി തല്ലിയെന്ന് പരാതി. LDF ബൂത്ത് കമ്മിറ്റി ഓഫീസ് വീടിന് മുന്നിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടതാണ് കാരണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മലയാളി വ്യവസായികൾ നാട്ടിൽ സംരംഭങ്ങൾ തുടങ്ങണമെന്ന് മന്ത്രി VN വാസവൻ. വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈക്കപ്രയാർ ആരംഭിച്ച യൂസ്ഡ് വെഹിക്കിൾ ഷോറൂമായ വാല്യൂ റൈഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ CK ആശി MLA മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടർഫിന്റെ ഉദ്ഘാടനം നടന്നു. ഫാദർ സെബാസ്റ്റ്യൻ ഓലിക്കര ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിളയിൽക്കുളം സ്വദേശി ശ്യാംലാലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മലപ്പുറം എടക്കരയിൽ 9 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി 36-കാരന് 12 വർഷം തടവും 2500 രൂപ പിഴയും. പിഴയടച്ചില്ലെങ്കിൽ 7 മാസം അധിക തടവ് അനുഭവിക്കണം. നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടേതാണ് ഉത്തരവ്. പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പെന്ന ലക്ഷ്യവുമായി തൃശൂർ കളക്ടറേറ്റ് പരിസരത്ത് മാതൃകാ ഹരിത പോളിംഗ് ബൂത്ത് ഒരുക്കി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിലെ അപ്പർ കുട്ടനാടൻ മേഖലയിൽ ജലപാതകളിൽ പോളശല്യം രൂക്ഷമാകുന്നു. തണ്ണീർമുക്കം ബണ്ട് തുറന്നതിന് പിന്നാലെയാണ് പോളശല്യം രൂക്ഷമായത്. ജലഗതാഗതം തടസ്സപ്പെട്ടു. ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്കൊരുക്കി വെച്ച കുടങ്ങൾക്കിടയിൽ ഉഗ്രവിഷമുള്ള പാമ്പ്. ആലപ്പുഴ തുറവൂർ പോത്തൻകാവ് ക്ഷേത്രത്തിലാണ് കുടങ്ങൾക്കിടയിൽ അണലിയെ കണ്ടെത്തിയത്. കുര്യൻചിറ തമ്പി നാരായണനെത്തി പാമ്പിനെ പിടികൂടി. പട്ടാമ്പി ഭാരതപ്പുഴയിലെ തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. തടയണ പരിസരത്തെ മണലും ചെളി നിറഞ്ഞ മണ്ണും നീക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. തൃശൂർ കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. അട്ടപ്പാടി കക്കൂപ്പടി ഊരിനു സമീപം 1060 ലിറ്റർ വാഷ് പിടികൂടി. ഭവാനിപ്പുഴയുടെ തീരത്ത് സൂക്ഷിച്ച വാഷാണ് എക്സൈസ് പിടികൂടി നശിപ്പിച്ചത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കൊച്ചി കസ്തൂർബ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും. രാവിലെ 9 മുതലാകും ക്യാമ്പ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA പ്രവേശനത്തിനുള്ള അഭിമുഖം ഇന്ന്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് സെന്ററിൽ രാവിലെ 10 മണിക്കാണ് അഭിമുഖം. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സിൽ ഒഴിവുകൾ. ഈ മാസം 22 വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയനുകൾ സംയുക്തമായി ഈ മാസം 28-ന് നീറ്റ് മെഗാ മോക്ക് ടെസ്റ്റ് നടത്തും. www.neetwave.org എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. കോഴിക്കോട് സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 28 നടക്കുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ചെറായി മുതൽ മുനമ്പം വരെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് ശുദ്ധജല വിതരണം മുടങ്ങും. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കൊല്ലം പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ നടക്കും.
തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസ് ടെക്നോളജിയിൽ PhD പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മെയ് 7 വരെ അപേക്ഷ സമർപ്പിക്കാം. കണ്ണൂർ അഴിയൂർ അടിപ്പാതയ്ക്ക് സമീപം റോഡിന്റെ വശങ്ങൾ ബലപ്പെടുത്തുന്നതിനാൽ ഗതാഗത നിയന്ത്രണം. നാളെ വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കാലടി ശ്രീശങ്കര കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ബോട്ടണി, ഫിസിക്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. വെസ്റ്റ് ഹിൽ, കുറ്റ്യാടി സെക്ഷൻ പരിധികളിലാണ് നിയന്ത്രണം. ന്യൂസിലേക്ക് തിരികെ ദേശീയ വാർത്തകൾ നോക്കാം. കങ്കണ റാഠോഡിന്റെ അർത്ഥശൂന്യമായ പ്രസ്താവനകളോട് പ്രതികരിക്കാൻ താൽപര്യമില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. സനാതനധർമ്മത്തെ കോൺഗ്രസ് എതിർക്കുകയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. ഡൽഹിയിൽ ഭാര്യയെയും ഭാര്യ സഹോദരനെയും യുവാവ് കൊലപ്പെടുത്തി. കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം. ഗുജറാത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ തീപിടുത്തം. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. മുംബൈ വിമാനത്താവളത്തിന്റെ 2 റൺവേകൾ മെയ് 9 6 മണിക്കൂർ അടച്ചിടും. മഴക്കാലത്തിന് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന് വേണ്ടിയാണ് അടച്ചിടുന്നത്. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ഓൺലൈൻ ഗെയിമിനെ ചൊല്ലി തർക്കം. സൈനികന്റെ കാർ കത്തിച്ച് യുവാക്കൾ. തർക്കം ഗെയിം ഐഡിയും പാസ്വേഡും സംബന്ധിച്ച് പ്രതികൾ ഒളിവിൽ. വോട്ടെടുപ്പ് ദിവസത്തെ കൂച്ച് ബിഹാർ സന്ദർശനം നിർത്തിവെക്കാൻ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സന്ദർശനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഈ മാസം 20 വരെ ഒഡീഷയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഡൽഹിയിലും താപനില ഉയർന്നേക്കും. ഡീസൽ കടത്താൻ ശ്രമിച്ച മത്സ്യബന്ധന ബോട്ട് പിടികൂടി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. 5 പേർ അറസ്റ്റിൽ. BJPയെ വിമർശിച്ച് പഞ്ചാബ് കോൺഗ്രസ്. വിമർശനം മുൻ മുഖ്യമന്ത്രി ബിയാന്ത് സിംഗിന്റെ ഫോട്ടോ ഉപയോഗിച്ചതിന്. ബിയാന്ത് സിംഗിന്റെ പ്രതിച്ഛായയെ അപകീർത്തിപ്പെടുത്തിയെന്ന് കോൺഗ്രസ്. പശ്ചിമബംഗാളിൽ രാംനവമി ഘോഷയാത്രയ്ക്ക് നേരെ ബോംബേറ്. നിരവധി പേർക്ക് പരിക്കേറ്റു. മുർഷിദാബാദിലെ ശക്തിപൂരിലാണ് സംഘർഷമുണ്ടായത്. ജമ്മുകശ്മീരിലെ അനന്ത്നാഗിൽ വീണ്ടും ഭീകരാക്രമണം. ബീഹാർ സ്വദേശികളായ കച്ചവടക്കാർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തു. ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് ബീഹാർ സ്വദേശി രാജേഷ് ഷാ. ജനസംഖ്യാപരമായ ആനുകൂല്യത്തിന്റെ നേട്ടങ്ങൾ ഇന്ത്യ കൊയ്യുന്നില്ലെന്ന് റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ. ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു രഘുറാം രാജൻ. തെരഞ്ഞെടുപ്പ് ദിവസം ഡെലിവറി ബോയ്സിന് അവധി നൽകുന്നില്ലെന്ന് ആരോപണം. ഫ്ലിപ്കാർട്ടിനും ബിഗ് ബാസ്ക്കറ്റിനുമെതിരെ പരാതി. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി അഭിഭാഷകൻ K നരസിംഹൻ. ഇന്ത്യൻ ജനസംഖ്യ 144.17 കോടിയിലെത്തിയെന്ന് കണക്കാക്കുന്നതായി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട്. 142.5 കോടിയുമായി ചൈന തൊട്ടുപിന്നിൽ. 77 വർഷത്തിനകം ഇന്ത്യയിലെ ജനസംഖ്യ ഇരട്ടിയാകുമെന്നും റിപ്പോർട്ട്. ഇനി രാജ്യാന്തര വാർത്തകൾ. യുക്രൈനിലെ ചെർണിഹിവിൽ റഷ്യൻ മിസൈൽ ആക്രമണം. 13 പേർ കൊല്ലപ്പെട്ടു. 60-ലധികം പേർക്ക് പരിക്കേറ്റു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെ നിരോധിച്ച് പാകിസ്ഥാൻ. നടപടി ദേശീയ സുരക്ഷ കണക്കിലെടുത്ത്. വീണ്ടും ചാര ഉപഗ്രഹം വിക്ഷേപിക്കാൻ നീക്കവുമായി ഉത്തര കൊറിയ. ഈ മാസം അവസാനത്തോടെ വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. തായ്വാനിൽ ഭൂചലനം. 5.1 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ തായ്ലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. 2045ഓടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 3 ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി. മഴക്കെടുതിയിൽ വലഞ്ഞ് പാകിസ്ഥാൻ. 5 ദിവസത്തിനിടെ 71 മരണം. 67 പേർക്ക് പരിക്കേറ്റു. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് വടക്കു പടിഞ്ഞാറൻ ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യയിൽ.
കാലിഫോർണിയയിൽ ന്യൂപോർട്ട് ബീച്ചിൽ വീട്ടിൽ വെടിവെപ്പ്, അതിക്രമിച്ചു കയറിയ അക്രമിക്ക് നേരെ വെടിയുതിർത്ത് ഗൃഹനാഥൻ. പടിഞ്ഞാറൻ ജപ്പാനിൽ ഭൂചലനം 6.3 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹമാസ് മേധാവി ഈ ആഴ്ച അവസാനം തുർക്കി സന്ദർശിക്കും. ഇസ്മായിൽ ഹാനിയെ സ്വീകരിക്കുമെന്ന് തുർക്കി പ്രസിഡന്റ്. ഇസ്താംബുളിലെ ഡോൾ മാബാഷ് കൊട്ടാരത്തിലാണ് കൂടിക്കാഴ്ച. ജപ്പാനിൽ ബുള്ളറ്റ് ട്രെയിനിൽ പാമ്പ്. ചരിത്രത്തിലാദ്യമായി ട്രെയിൻ 17 മിനിറ്റ് വൈകി. സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി. ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം. 14 ഇസ്രായേൽ സൈനികർക്ക് പരിക്ക്. 5 പേരുടെ നില ഗുരുതരം. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് ഇസ്രായേലിന്റെ മറുപടി. ലബനന്റെ ഉൾപ്രദേശമായ ബേക്ക താഴ്വരയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി വേണ്ടത് ചെയ്യുമെന്ന് അമേരിക്ക. മഴക്കെടുതിയിൽ വലഞ്ഞ് UAE. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണനിലയിലായിട്ടില്ല. ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യമില്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി ഖത്തർ. താൽക്കാലിക അടച്ചിടലടക്കമുള്ള നടപടികളുണ്ടാകും. വ്യാപാരികൾക്ക് മുന്നറിയിപ്പുമായി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. വ്യാജ വാർത്തകളുടെ വ്യാപനം തടയാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇറ്റലിയും US-ഉം. ഇതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം നടത്തും. ഫീസ് കുടിശ്ശികയുടെ പേരിൽ വിദ്യാർത്ഥികളുടെ ഫലവും സർട്ടിഫിക്കറ്റുകളും തടയരുത് എന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം. രാജ്യത്തെ സ്വകാര്യ സ്കൂളുകൾക്ക് ഇത് സംബന്ധിച്ച സർക്യുലർ നൽകി. ബിസിനസ് ന്യൂസ്. ഇലോൺ മസ്ക് ഇന്ത്യയിലേക്ക്. ടാറ്റ ഗ്രൂപ്പും ടെസ്ലയും തമ്മിൽ സഹകരണത്തിന് ധാരണ. സെമി കണ്ടക്ടർ വ്യവസായത്തിന് കുതിപ്പേകും. 2 വേരിയന്റുകളിൽ ബൊലേറോ നിയോ പ്ലസ് പുറത്തിറക്കി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്. ഡ്രൈവർ ഉൾപ്പെടെ 9 യാത്രക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാം. അംബുജ സിമന്റ്സിൽ 8,399 കോടി രൂപ നിക്ഷേപിച്ച് അദാനി. ഓഹരി 70.3% ഉയർന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ആണ് എതിരാളികൾ. യൂറോപ്പ ലീഗ് സെമിഫൈനലിലായി ലിവർപൂളിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. രാത്രി 12:00 നടക്കുന്ന മത്സരത്തിൽ അറ്റ്ല FC ആണ് എതിരാളികൾ. ബയേൺ, ലെവർക്യൂസൻ, റോമ ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ ശ്രേയസ് അയ്യർക്ക് 12 ലക്ഷം രൂപ പിഴ ശിക്ഷ. രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിലെ കുറഞ്ഞ ഓവർ നിരക്കിലാണ് നടപടി. സൗദിയിൽ നിഹാൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് നാളെ തുടക്കമാകും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 16 ടീമുകൾ മാറ്റുരയ്ക്കും. നാളെയും മറ്റന്നാളുമായി ദമാം, ഗുഖ, EPCA എന്നീ സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ. IPL ഡൽഹി ക്യാപിറ്റൽസിന് മിന്നും ജയം. ഗുജറാത്ത് ടൈറ്റൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. 90 റൺസ് വിജയലക്ഷ്യം. വെറും 8.5 ഓവറിലാണ് ഡൽഹി മറികടന്നത്. ജേക്ക് ഫ്രേസർ 20-ഉം ഷായ് ഹോ 19-ഉം റൺസ് എടുത്തു. 100 ന്യൂസിലേക്ക് വീണ്ടും. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ കാണാം. അജിത്ത് നായകനാകുന്ന ചിത്രം മങ്കാത്ത മെയ് 1 വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന റിപ്പോർട്ട്. വെങ്കട് പ്രഭുവാണ് ചിത്രത്തിന്റെ സംവിധാനം. ചിയാൻ വിക്രം നായകനാകുന്ന പുതിയ ചിത്രം തങ്കല്ലാനിലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. വിക്രമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മജു സംവിധാനം ചെയ്യുന്ന ചിത്രം പെരുമാനിയുടെ മോഷൻ പോസ്റ്റർ പുറത്ത്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ അവറാൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. പിറന്നാൾ ദിനത്തിൽ പുതിയ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ് ചെയ്ത വിക്രം. വീരധീര സൂര്യൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. SU അരുൺകുമാറാണ് സംവിധാനം. പാവറട്ടി പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി ദൃശ്യ മാധ്യമപ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും കൂട്ടായ്മ പപ്പ ഫ്രെയിംസ് പ്രൊമോ വീഡിയോകൾ പുറത്തിറക്കി. മലയാളത്തിനൊപ്പം തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിലായി പുറത്തിറങ്ങിയ പ്രൊമോ വീഡിയോയ്ക്ക് പിന്നിൽ സേവ്യർ കുറ്റിക്കാട്, ജെബിൻ ജോസഫ് ടീമാണ്.
CN ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ ലിസി കെ ഫെർണാണ്ടസ് നിർമ്മിച്ച് റജീസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സ്വർഗം എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നു. അജു വർഗീസ്, അനന്യ, മഞ്ജു പിള്ള എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നത്. വൈറൽ ട്രെൻഡ്സ്. കരുതലാവുന്ന പോലീസ് കരങ്ങളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. വീഡിയോ ഏറ്റെടുത്ത് നെറ്റിസൺസ്. വേദനിപ്പിക്കാതെ കോഴിയെ പിടിച്ച് ഉടമസ്ഥന് കൊടുക്കുന്ന വളർത്തുനായുടെ ദൃശ്യങ്ങൾ വൈറലാവുന്നു. രസകരമായ കമന്റ്സുമായി നെറ്റിസൺസ്. ഫാക്ട് ചെക്ക്. റഷ്യയിലെ പാലം തകരുന്ന വീഡിയോ തെറ്റായ തലക്കെട്ടോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള വീഡിയോ ആണ് ഈ മാസം 8-ന് നടന്ന സംഭവം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവളത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. സുരക്ഷാസേനയും ജമ്മു പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഡൽഹിയിലെ കാളിന്തി കുഞ്ചിലെ ഫർണിച്ചർ മാർക്കറ്റിൽ തീപിടുത്തം. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഡൽഹി രോഹിണിയിലെ മുനക്കനാലിൽ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. ഹൈദർപൂർ ജലശുദ്ധീകരണ പ്ലാന്റിന് സമീപത്താണ് അപകടമുണ്ടായത്. കേരള ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. VC തെരഞ്ഞെടുപ്പിന് UGC ചട്ടങ്ങൾ ബാധകമല്ലെന്നും നിയമസഭ പാസാക്കിയ നിയമമാണ് പ്രകാരമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. മഴക്കെടുതിയിൽ മരണം 66ആയി. 36 പേർക്ക് പരിക്ക്. 235 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ടോങ്കയിലെ കൊളോവായിൽ ഭൂചലനം. 5.4 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പുകളില്ല. കോഴിക്കോട് മുക്കത്ത് ടിപ്പർ ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ടിപ്പർ ഡ്രൈവറെ മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടം രാത്രി 12 മണിയോടെ. മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ തിരിച്ചടിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിൽ ഇറാൻ. ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അമേരിക്കയെ കൂടാതെ ഇറാന് എതിരെ കടുത്ത ഉപരോധങ്ങൾക്കായി യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും തയ്യാറെടുക്കുന്നതായും വിവരം. 100 ന്യൂസ് പൂർത്തിയാവുന്നു.